ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ല, 13. D is a point on the side BC of triangle ABC such that angle ADC equal to angle BAC. Show that CA square is equal to CB into CD. നമ്മളുടെ കണ്ടീഷൻ പ്രകാരം ഞാനൊരു ട്രയാങ്കിൾ വരച്ചു കേട്ടോ. അപ്പോൾ ആ ട്രയാങ്കിൾ വരച്ചത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സൈഡ് ബി സി. ഡി എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്ന സൈഡിലുള്ള ഒരു പോയിന്റ് ആണ്. സച്ച് ദാറ്റ് എ ഡി സി എന്ന് പറയുന്ന ആംഗിളും അതേപോലെ തന്നെ ബി എ സി എന്ന് പറയുന്ന ഈ മുഴുവൻ ആംഗിളും ഇത് രണ്ടും ഈക്വൽ ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ എടുത്തു. എ ബി സി എന്ന് പറയുന്ന നമ്മളുടെ മുഴുവൻ ട്രയാങ്കിളും എ ഡി സി എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളും. ഇതിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ എ ഡി സിക്ക് ഈക്വൽ ആണ്, തന്നിട്ടുണ്ട്. ഇനി രണ്ട് ത്രികോണങ്ങൾക്കും കോമൺ ആയിട്ട് വരുന്ന ആംഗിളാണ് ഈ ആംഗിൾ സി എന്ന് പറയുന്ന ആംഗിൾ, അല്ലേ? എ ഡി സിയിലുണ്ട് സി, എ ബി സിയിലുണ്ട് സി. സോ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ സി, കോമൺ ആംഗിൾ. സോ എ സിമിലാരിറ്റി പ്രകാരം ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? സിമിലർ ആണ്. വിച്ച് ക്രൈറ്റീരിയ? എ സിമിലാരിറ്റി. അപ്പോൾ എ സിമിലാരിറ്റി പ്രകാരം ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? സിമിലർ ആണ്. എങ്കിൽ തുല്യ കോണുകൾക്കെതിരെയുള്ള സൈഡുകളുടെ റേഷ്യോ നമുക്ക് എഴുതാം. ഞാൻ എഴുതിയതൊക്കെ ഒന്ന് മായ്ക്കട്ടെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എടുത്തത് ആംഗിൾ എ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആരാ? സി ബി. ഈ എ എന്ന് പറയുന്ന ആംഗിൾ ഇതാ ഈ വരച്ചിട്ടുള്ള ഡിക്ക് ഈക്വൽ ആണ്, അതിന് ഓപ്പോസിറ്റ് സി എ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് അടുത്ത് നമുക്ക് ഇനി ഏതെടുക്കാം? ഈ ബി എന്ന് പറയുന്ന ആംഗിൾ എടുക്കാം, അല്ലെങ്കിൽ ഏതെടുക്കാം? ഒന്ന് ഇത്. ഇനി സി കോമൺ ആംഗിൾ ആണ്, അല്ലെ? സിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഒന്ന് എ ഡിയും ഒന്ന് എ ബിയുമാണ്. ഓക്കെ, അത് നമ്മളുടെ ഈ ഇക്വേഷനിൽ ഇല്ല. ഇനി മൂന്നാമത്തെ കോണ് ഞാനൊന്ന് അടയാളപ്പെടുത്താൻ കേട്ടോ. രണ്ട് ത്രികോണത്തിലെ മൂന്നാമത്തെ കോണ്, വലിയ ത്രികോണത്തിലെ മൂന്നാമത്തെ കോണ് ഇതാണ്. ഇനി ചെറിയ ത്രികോണത്തിലെ മൂന്നാമത്തെ കോണ് ഇതാണ്. ഒന്ന് ഇത്, ഒന്ന് സി. അപ്പോൾ അതല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത വലിയ ത്രികോണാണല്ലോ. അപ്പോൾ ഈ കോണിന്, ഈ ബിക്ക് ഓപ്പോസിറ്റ് ആരാ? സി എ. ഇവിടെ ഈ കോണിന് ഓപ്പോസിറ്റ് ആരാ? സി ഡി. രണ്ട് കോൺ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മക്കൾ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ കോൺ ഈക്വൽ ആവുമല്ലോ. ആ സി എ ബൈ സി ഡി വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞല്ലോ. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളാം. നമ്മൾ എഴുതിയ ആംഗിളിൽ പെടാത്ത ആംഗിൾ, രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവും. അപ്പോൾ വലുതിൽ മൂന്നാമത്തത് ബി ആണ്, ചെറുതിൽ മൂന്നാമത്തത് ഈ ആംഗിളാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് സി എ, ഇതിന് ഓപ്പോസിറ്റ് സി ഡി. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. സി ബി ഇൻറ്റു സി ഡി ഈക്വൽ ടു സി എ ഇൻറ്റു സി എ. എന്താ സി എ ഇൻറ്റു സി എ? സി എ സ്ക്വയർ, അല്ലേ? ഇപ്പം നമുക്ക് കിട്ടേണ്ടതായില്ലേ? നോക്കിയേ, സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി. കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ.